ഇപ്പൊ ഒരുങ്ങുന്നത് ഞാൻ ശാപ്പാട് തട്ടാൻ മാത്രം എന്ന പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പോണതും ഒരു കല്യാണം കൂടാൻ തന്നെ. കേരള സദ്യ മാറ്റിപ്പിടിച്ച് നമുക്കിനി കർണാടക ഊട്ട കഴിക്കാം. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക്സും ചീസ് ബോൾസും കഴിച്ച് നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു. ഇനി ഹെൽത്തി ശാപ്പാടൊന്നും തിന്നുന്നില്ല എന്ന കംപ്ലൈന്റ് വേണ്ടെന്ന് വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു തുടങ്ങി. ഇലയിട്ട് ആദ്യം തന്നെ കുറച്ചധികം സ്വീറ്റ്സ് അവർ വെച്ചു. പിന്നെ സൈഡ് ഡിഷസ് ആയ കോണും തോരനും പൊട്ടറ്റോ ഫ്രൈയും ബേബിക്കോൺ മഞ്ചൂരിയനും സ്പ്രിംഗ് റോളും വെച്ചു. എന്നിട്ട് മെയിൻ ഡിഷായ മസാല ദോശയാണ് ആദ്യം വന്നത്. അത് ചട്നി കൂട്ടി ആസ്വദിച്ച് കഴിച്ചിരുന്നപ്പോൾ ദാ വന്നു നാനും പനീർ ബട്ടർ മസാലയും. പിന്നെ ഇതിന്റെ ഇടയിൽ സൈഡ് ഡിഷും തീർക്കണ്ടേ എന്ന ധൃതിയിലായിരുന്നു ഞങ്ങള്. പിന്നെ ചോറും സാമ്പാറും ആവശ്യത്തിന് മതിയെന്ന മുറിക്കന്നടയിൽ പറഞ്ഞ് ഞാൻ കഴിപ്പായി. എല്ലാ സ്വീറ്റ്സും ഒരു രക്ഷയില്ലായിരുന്നു. സ്വീറ്റ്സ് മാത്രമല്ല, ഇവിടെ പക്ഷെ ഓരോ ഫുഡും അടിപൊളിയായിരുന്നു. ഇലകാലിയാക്കൽ ഒരു സ്കില്ലായി റെസ്യൂമേൽ ആഡ് ചെയ്താലോ എന്ന് ആലോചിച്ച് ഞാൻ കഴിച്ചു തീർത്തു. ഇവിടെ ലൈവ് പാനിപൂരി കൗണ്ടറും പിന്നെ ഐസ്ക്രീമും ക്യാരറ്റ് ഹൽവയും ഒക്കെ ഉണ്ടായിരുന്നു. അതും കിഡിലനായിരുന്നു. ബീഡ ചേട്ടൻ ബീഡ തന്നേലും തിന്നാതെ വന്ന് ഞാൻ ചേട്ടനെ ഒന്ന് വിഷമിപ്പിച്ച്. എന്നിട്ട് നേരെ ചോക്ലേറ്റ് ഫൗണ്ടൈൻ്റെ അടുത്ത് പോയി കേക്ക് മുക്കി തിന്ന് ഈ സദ്യക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനി എത്രയും വേഗം അടുത്ത സദ്യ വരണേ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അപ്പൊ ശരി, ടാറ്റാ.